റൌഫ് പറഞ്ഞൊരു ചങ്ങായിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുറച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 1 മന്ത് മുന്നൊക്കെ 1 മന്ത് ആയിട്ടില്ല, ഒരു 2 വീക്ക് ആയിരുന്നു. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ്, 3 മക്കൾ എന്തോ ഉണ്ട്. അയാളുടെ വൈഫ് കൂടല്ല, അയാൾ നാട്ടിലില്ല, സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. പേര് റൌഫ്. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അയാളുടെ വൈഫ് ഒഴിവായി പോയി. അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു, അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ, ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ, ഉമ്മാനോട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഷാജിദയുടെ ഈ സ്റ്റോറി ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഒരു തുടർ കഥയായിട്ട്, ഒരു സീരീസ് പോലെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഇന്നലെ ഷാജിദ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ്. കല്യാണത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അത് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ ഡയറക്റ്റായിട്ട് വന്നപ്പോൾ അതോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഇതാ പുതിയൊരു കഥയായിട്ട് വന്നിട്ടുണ്ട്. അത് റൌഫ് ചെയ്ത കാര്യങ്ങളും ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. റൌഫ് അയച്ചു കൊടുത്ത പൈസൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പൈസ അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിക്കക്കണ്ണിയില്ലാതായപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷാജിദയ്ക്ക് ആ യൂട്യൂബറിൻ്റെ കാര്യം ഷാജിദയുടെ വീഡിയോയിൽ പറയേണ്ട യാതൊരു കാര്യമില്ല. എന്നിട്ട് ആ എവിടെയോ കിടക്കുന്ന ജസ്ന എന്നൊരു യൂട്യൂബറെ കൂടെ ഇതിനകത്ത് വലിച്ചിടുന്നുണ്ട്. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കുക. അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതൊന്ന് കേട്ട് നോക്കും. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ വീഡിയോസ്, അപ്പോൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തില്ല. അപ്പോൾ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക. പിന്നെ ഇയാൾ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല, ഇത് നല്ലതല്ല, കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനത് ഒഴിവാക്കിയിട്ട് എന്താ പറയുക, ഇയാൾ പൈസ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിൽ ഞാൻ ഇവന്റ് സഹായിച്ചുകൊണ്ട് ആ ക്യാഷ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു, ഇന്നൊരു കുറച്ച് അവധി തരണം, ഞാൻ നിങ്ങളുടെ പൈസ അയച്ചു തരാം, ഞാൻ ഈ കല്യാണത്തിന് പിന്മാറണേ, എനിക്ക് പറ്റില്ല. പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്തു. ആരുടെ കൂടെ പോയിരിക്കുന്നത്, എവിടെ കൂടെ പോയിരിക്കുന്നത്, എന്തിനാ പോയിരിക്കുന്നുണ്ട്. കെട്ടിടേൻ്റെ മുന്നേ അയാൾ ഇങ്ങനത്തെ ടോർച്ചറിങ് തന്നാൽ പിന്നീട് അങ്ങനെ എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സംഭവം ഒഴിവാക്കി. അയാളുടെ പറഞ്ഞു വയനാട്ടിൽ പോയത് ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് വയനാട്ടിൽ പോയി ഞാൻ അവനെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഇത് സംഭവത്തിൽ ഞാൻ ഒഴിവായി. അപ്പോൾ സംഭവം ഇയാളിപ്പോൾ മൊത്തം യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ, അയാളെ കോൺടാക്ട് ചെയ്തിട്ട് അയാളുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വോയിസും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ അയച്ചെടുത്ത ഫോട്ടോസ്, അയാൾ എനിക്ക് അയച്ച ക്യാഷ്, ഞാൻ അയാൾ ക്യാഷ് തന്നിട്ടില്ല എന്ന് ഒരിക്കലും അല്ല. കാരണം ഞാൻ ഇത് യൂട്യൂബിൽ മുന്നിൽ വന്ന് പറയേണ്ടെന്ന് വിചാരിച്ച സംഭവം ഞാൻ മറച്ചു വയ്ക്കാൻ പറഞ്ഞാൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വിഷയങ്ങളാണ്, ഇത് യൂട്യൂബിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പിന്നെ ഇയാൾ മെഹർ അയച്ചു കൊടുത്തു. ഞാൻ ഇതേപോലെ ചെയിനും കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നീ സെലക്ട് ചെയ്ത് ചെയിൻ മേടിക്കും. അപ്പോൾ ഞാൻ ഈ ചെയിൻ മേടിച്ചതിൻ്റെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അയാൾക്ക്. പിന്നെ പ്രശ്നമായിട്ട് ഞാൻ ഇയാൾക്ക് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ക്യാരക്ടർ ശരിയില്ല. നിങ്ങൾ പിന്നെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ നിങ്ങൾ ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ ഒഴിവായി. അപ്പോൾ ഇയാൾ ഭയങ്കര പ്രശ്നം, ഇനി ഞാൻ അങ്ങനെ നിന്റെ ഫോട്ടോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതാക്കും ഇതാക്കും പറഞ്ഞിട്ട് ഇയാൾ കമന്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് ഇയാൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ആ ഒരു സംഭവമാണ് ഇപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം. സത്യാവസ്ഥ ഇതാണ്. എൻ്റെ മാമ സംസാരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഞാൻ മറച്ചു വെച്ച കല്യാണാലോചന നല്ല ഇത്. പിന്നെ അയാൾ ഒരിക്കലും ഞാൻ ചതിച്ചിട്ടില്ല, പൈസ മേടിച്ച് പറ്റിച്ചിട്ടില്ല. അയാൾക്ക് ഇന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ അളാമാൻ്റെ മോൻ പൈസ തന്നാൽ ഉടനെ അയാൾക്ക് ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്, ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ അതൊക്കെ കേട്ടിട്ടും പിന്നെ ഇയാൾ വേറെ അയാൾക്ക് മെയിനായിട്ട് കല്യാണം കഴിക്കണം, അതാണ് അയാളുടെ ഒരു സംഭവം. എന്നിട്ട് അയാൾ കുറേ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കോൾ വിളിച്ചിട്ടും ഫോണിൽ വോയിസ് ഇട്ടിട്ട് ഇയാൾ എന്നോട് പറയുന്നത് ഞാൻ കുറേ ബ്ലോക്ക് കിട്ടിട്ട് വെച്ചുട്ടാ. പിന്നെ ഇയാൾ ഫുൾ നെറ്റ് കോൾ ആയതുകൊണ്ട് കുറേ ബ്ലോക്ക് ഇടാൻ പറ്റില്ല, വിളിക്കുന്നതൊക്കെ ഇയാളായിരിക്കും. പിന്നെ ഇയാൾ ഭയങ്കര പ്രഷറായി, നിന്നെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ വരും, നിന്നെ ഞാൻ കേസ് കൊടുക്കും, നിന്നെ കേസ് കൊടുക്കും, എൻ്റെ പൈസ. ഞാൻ സത്യം പറഞ്ഞാൽ ഇയാളാണ് എനിക്ക് ഫസ്റ്റിൽ ഞങ്ങളുടെ പൈസ അയച്ചെന്നാണ്. എൻ്റെ കഷ്ടമൊക്കെ കണ്ടിട്ടും അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അയച്ചത്. പിന്നെ അയാൾ പറഞ്ഞു കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മെഹർ മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നാട്ടിൽ വരുമ്പോൾ സെറ്റിൽ ആണെന്ന് പറഞ്ഞു. പിന്നെ ഇയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായപ്പോൾ ഇത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വിട്ടത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. ഈ പൈസ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാനൊരു കടമായിട്ടാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഈ പൈസ ഞാൻ അയാൾക്ക് തീർച്ചയായിട്ടും ഞാൻ എത്രയും വോയിസ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും, എൻ്റെ കയ്യിൽ പൈസ വന്ന ഉടനെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതും കേൾക്കാണ്ട് അയാൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, അയാൾ ഇനി എന്ത് അയാൾ കേസ് കൊടുക്കുക വേറെ ഉള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പൈസ ഇന്ന ഡേറ്റിന് തരാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ ഞാൻ തിരിച്ച് കൊടുക്കും ചെയ്യും. പിന്നെ ഇങ്ങനെ കുറേ പെണ്ണുങ്ങളെ അയാൾ ഇതാക്കിയുണ്ട്. ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങാനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്, അവൾ ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക്
ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നം അങ്ങനത്തെ എന്താ പറയുക, യൂട്യൂബ് ചാനൽ നടത്തുന്ന ജസ്നയും ഇതിൽ വലിച്ചഴക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരിടം കൊണ്ടൊന്നും അവസാനിക്കേണ്ടതല്ല. ഇതിപ്പോൾ ഷാജിദയുടെ കാര്യം പറയുന്ന സമയത്ത് ആ ജസ്നയുടെ കാര്യം ഇതിൽ വന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ല. ഷാജിദയുടെ കാര്യം പറഞ്ഞിട്ട് അത് അവിടെ ക്ലോസ് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഷാജിദയുടെ കാര്യം പറഞ്ഞിട്ട് അത് അവിടെ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ജസ്നയെ കൂടെ ഇതിൽ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കാര്യം ഒന്നുകൂടെ വഷളാകുള്ളൂ. ഇപ്പോൾ ആ ജസ്ന ഇനി വന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ പ്രതികരിക്കുന്നത്, ഇനി ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്താ പറയുക, ഷാജിദ ഓരോ ദിവസം ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഓരോരോ ഇത് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ ഷാജിദയായിട്ട് യാതൊരു ഇതുമില്ല. അപ്പോൾ അയാൾ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ജസ്നാൻ ഇവിടെ വന്നിട്ട് വിളിച്ച് പറയേണ്ട യാതൊരു കാര്യം ഷാജിദയ്ക്ക് ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെ പറയുള്ളൂ. ഇപ്പോൾ ഈ ഷാജിദയ്ക്ക് എന്താണ് വിളിച്ച് പറയേണ്ടത്, എന്താണ് പറയേണ്ടതെന്നത് ഒരു നാവിന് ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുക എന്ന് പറയില്ല, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഷാജിദ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇനി കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു രീതിയിലും എവിടെയും അവസാനിക്കുക അല്ല ഇത് ചെയ്യുന്നത്. കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ. അല്ലാതെ ഇപ്പോൾ അയാൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഇപ്പോൾ എന്താണ് ഷാജിദ ഇവിടെ വന്നിട്ട് ആ ഒരു പേര് ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു. അത് ഉച്ചരിച്ചു. ഇനിയിപ്പോൾ അത് സ്പ്രെഡായി അത് വലിയൊരു ഇതിലായിട്ട് പോകും. ജസ്ന ഇനി വന്നിട്ട് എന്തൊക്കെയാണ് പറയണതെന്നും ഒന്നും അറിയില്ല. ജസ്നാൻ എനിക്കും അറിയുന്ന ഒരു യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി ഇത്രയും അവിടെ വന്നിട്ട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഒരാൾ ഞാൻ കെട്ടാന്ന് പറഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ചു എന്ന് ഇരിക്കട്ടെ, അപ്പോൾ മറ്റുള്ളൊരു ആണുങ്ങളുമായിട്ട് ചുറ്റിക്കറങ്ങുന്ന സമയത്ത് അയാൾ ചോദിക്കും അതിനിപ്പോൾ ഇത്രയും വലിയ തെറ്റാണോ? അതിപ്പോൾ എന്താണ് നീ പറയുന്നത്, ഇയാളായിട്ട് കല്യാണം കഴിഞ്ഞാലും എല്ലാവരുമായിട്ട് ചുറ്റിക്കറങ്ങുന്നത് സമ്മതിക്കണം, അങ്ങനത്തെ ഒരു ഭർത്താവാണ് വേണമെന്നാണോ ഷാജിദ് ഉദ്ദേശിക്കുന്നത്? അതൊന്നും മനസ്സിലായില്ല. അറിയാണ്ട് ചോദിക്കുകയാണ്. നീ പറയുന്നുണ്ടല്ലോ എന്താണ് ഇങ്ങനെ പോയപ്പോൾ ഇയാൾ എന്നെ എന്താണ് ടോർച്ചർ ചെയ്തു, അത് സ്വാഭാവികമായിട്ട് ചോദിക്കും. ഇത്രയും പൈസ അയച്ചു തന്നിട്ട് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾ ഇതൊക്കെ ചോദിച്ചതിന് യാതൊരു സംശയമില്ല. അതിന് നിനക്ക് ദേഷ്യം വന്നിട്ടും അയാളെ ഒഴിവാക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. ഇത് ഭയങ്കര ഒരു ഇതായിപ്പോയി ഷാജിദ. ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത് തന്നെയാണെങ്കിലും അവനവൻ്റെ പെണ്ണാവാൻ പോകുന്ന ആൾ വേറൊരാളുമായിട്ട് വേറെ ചെറുക്കന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് അത് ആരായാലും സ്വാഭാവികമായിട്ട് ചോദിക്കും. അതാണ് അയാളും ചോദിച്ചത്. അപ്പോൾ അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ട് നോക്കൂ. ആണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ മറ്റൊരാളടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്. അപ്പോൾ അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാർ കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കുന്ന ജിമ്പല അങ്ങനെ എന്തൊരു സാധനമല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി തന്നാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെ ഒരു സെൽഫി സ്റ്റിക്കും വേറെയുള്ള കാര്യങ്ങൾ മാത്രമേ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് അവളെ വിട്ടപ്പോൾ എന്നെ പിടിച്ചതാണ് സംഭവം. എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇവനുണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ. അപ്പോൾ അവനാണ് ഫസ്റ്റ് വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ശല്യമാണ് സർഫ് എന്ന് പറഞ്ഞപ്പോൾ അവനാണ് എനിക്ക് കൂടുതൽ അവൻ ഫോൺ എടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇയാൾക്ക് കൂടുതൽ പ്രഷർ ആയത്. ആണ് ഏത് ആണുങ്ങളായിട്ടാണ് നീ കറങ്ങാൻ നടക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്രഷർ കൂടിയത്. അങ്ങനെയാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത്. എന്തായാലും പൈസ ഞാൻ ഇയാളെ എത്തിക്കും, അത് ഉറപ്പാണ്. അയാൾ ഏത് വഴിയിൽ കേസ് കൊടുത്താലും വേറെ ഉള്ളവർക്കും മൊത്തത്തിൽ ഇയാളെ യൂട്യൂബിലിട്ട് ഞാൻ അപ്പോഴും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് ഈ സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഞാൻ ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ വേറെ കുറേ അനാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ കിട്ടുന്ന വഴി നോക്കിക്കോ പൈസ എന്നൊക്കെ ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരാളുടെ മുതൽ ആവശ്യമില്ല. അങ്ങനെ അന്യ ആളുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളുമില്ല, വ്യക്തിയല്ല ഞാൻ. അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ എനിക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇതിൽ ഇപ്പോൾ എന്ത് കമന്റ് ഇട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരികയെന്ന് പറഞ്ഞാൽ ഏത് പെണ്ണ് കൈ ഇപ്പോൾ ജസ്റ്റ് 3 ലക്ഷം രൂപ അയാൾക്ക് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അവളൊരു യൂട്യൂബറാണ്. അപ്പോൾ അവൾക്കും ആലോചിച്ചൂടെ ഇങ്ങനത്തെ ഉള്ള ആൾക്ക് വ്യക്തികളുടെ അടുത്ത് പൈസ മേടിച്ച് വരണം വേറെ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഒരു പെൺകുട്ടിയാണ്, എനിക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും അയാളുടെ പൈസ മേടിച്ചു. സത്യം തന്നെയാണ്. ഇതിപ്പോൾ റൌഫ് എന്ന് പറഞ്ഞ ആളുടെ അടുത്തു നിന്നുള്ള പൈസകളെല്ലാം വാങ്ങിയതിന് ശേഷമാണ് റൌഫ് നല്ല വ്യക്തിയല്ല എന്ന് അറിയുന്നതും ജസ്നേൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതും പിന്നെ ഈ പുള്ളിക്കാരൻ അതൊക്കെ ചിലവഴിച്ച് അതൊക്കെ ദൂർത്തടിച്ച് കളഞ്ഞു. അതിന് എന്താണ് ആർക്കോ കൊടുത്തു. പിന്നെ ആ പൈസയും കൊണ്ടായിരിക്കും കറങ്ങാനും പോയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മുട്ടുനായങ്ങൾ പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് അയാൾ എന്ത് തോന്നി, ഇവിടെ ഇങ്ങനെ എന്നെ കല്യാണം
കല്യാണം കഴിക്കില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ അയാൾ എല്ലാ യൂട്യൂബേഴ്സിനെയും വലിയ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുള്ള വോയിസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇവളെ വഷളാക്കി. ഇപ്പോൾ നിക്കക്കണ്ണി ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ കറങ്ങാൻ പോയി, വയനാട്ടിൽ കറങ്ങാൻ പോയ ഷറഫ് അലിയുമായിട്ട് ഞാൻ കല്യാണം കഴിച്ചു എന്ന് വരെ പറഞ്ഞുണ്ടാക്കി. അതിനാണ് അതിൽ ലോക്കറ്റിൽ ഷറഫ് അലി എന്നൊക്കെ പേരെഴുതി വെച്ച ആ ഒരു ഇൻ്റർവ്യൂവിലും കാര്യങ്ങളിലൊക്കെ അത് വിളിച്ച് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ റൌഫിന് കരുവാക്കിയിട്ട് ഷറഫ് അലിനെ കരുവാക്കിയിട്ട് ആണ് ഇപ്പോൾ കാര്യങ്ങൾ ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ ഷാജിദ് ഒന്ന് മനസ്സിലാക്കണം, ആ ഷറഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുടുംബവും ഇതൊക്കെ ഉണ്ട്. അത് അപ്പോൾ അവൻ അറിയാതെയാണ് നീ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. അവനറിയാതെയാണ് നീ വീഡിയോ അവൻ്റെ വീഡിയോസൊക്കെ ഇട്ടത്, അവനായിട്ട് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഇൻ്റർവ്യൂവിലും കാര്യത്തിലൊക്കെ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഭാവിയല്ലേ പോകുന്നു ഷാജിദ. നീ ഒരു പെണ്ണ് കാരണം എത്ര ആളുടെ ഭാവിയാണ് പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കും. നിനക്ക് അയാളെക്കുറിച്ച് സംസാരിച്ച് കുറച്ചാകുമ്പോഴേക്കേ പൈസ വാങ്ങിക്കുക. പിന്നെ നമ്മൾ ഒരാളെക്കുറിച്ച് സംസാരിച്ച് വരുന്ന സമയത്ത് അയാൾ എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അതിനുശേഷം വേണം നമ്മൾ പൈസ വാങ്ങിക്കുന്നതും ഇതാവുന്നതൊക്കെ. കല്യാണം കഴിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആയിരിക്കാം പൈസ ഇടപാടൊക്കെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ എന്തായി, നാറിയതിൽ കൂടെ നാറേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഷാജിദയ്ക്ക് വന്നത്. ഷാജിദ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. അതുപോലെ തന്നെ നീ ആ ജസ്നാൻ്റെ പേരെടുത്തിട്ടത് അത് ഒട്ടും ശരിയായില്ല. ഇപ്പം ഞാൻ എന്തിനാണ് എടുത്തിട്ടതെന്ന് ഇനിയിപ്പോൾ എനിക്കൊരു ചോദ്യം വരും. അതിപ്പോൾ അവിടെ എന്തായാലും എല്ലാവരും അവൾ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കും അറിയുന്നൊരു യൂട്യൂബർ തന്നെയാണ് ജസ്ന. അപ്പോൾ ജസ്നൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ജസ്ന ആ ഭാഗം ക്ലിയർ ചെയ്യാൻ എന്തായാലും ജസ്ന വരും. അതപ്പോൾ ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം കൊണ്ടൊന്നും അവസാനിക്കില്ല. അപ്പം ഇത് ആ ഒരു ചെറിയൊരു വോയിസും കൂടെ ഉണ്ട് കേട്ടോ, ഷാജിദ കൊടുത്ത ചെറിയൊരു വോയിസും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കൂ. ഓൻ്റെ കൂടെ ഞാൻ പോയത്, ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത് കണ്ടില്ല, ഓനെ കല്യാണം കഴിക്കാൻ പോണത്. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ. ഇതിപ്പോൾ റൌഫിന് അയച്ചു കൊടുത്ത വോയിസാണ്. അവനാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാളെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരികയും ഇത്രയും പൈസ അയച്ചു കൊടുക്കും, മഹറിന് വേണ്ടി പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അയാളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഇവൾ പറയുന്നത് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോഴാണ് റൌഫിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ വേറൊരു പെൺകുട്ടിയെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് കുറ്റം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്നെയും മറ്റുള്ളവരുടെ അടുത്ത് കുറ്റം പറയും. അപ്പോൾ അപ്പോഴാണ് ചിന്ത പോയത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് റൌഫ് എന്നുള്ള വ്യക്തി പിന്നെയാണ് ഭയങ്കര പ്രശ്നക്കാരനാണ്, എനിക്ക് പറ്റിയ ആളല്ല എന്നുള്ളത് മനസ്സിലാകണം. എല്ലാ പൈസയും കയ്യിൽ ആക്കിയതിന് ശേഷം എന്തായാലും ഞാൻ അതിന് സമ്മതിച്ചു ഷാജിദ. ഇനി എന്തെല്ലാം കഥകൾ, ഇനി എന്തെല്ലാം നുണക്കഥകളായിട്ടാണ് ഷാജിദ മുന്നോട്ട് വരുന്നത്. ഹണി ട്രാപ്പ് അത് ഇതെന്ന് പറഞ്ഞൊക്കെ ഓരോരുത്തർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും വരില്ല എന്നാണ് തോന്നിയത്. പക്ഷേ നിൻ്റെ ഓരോ വീഡിയോസുകളും നിൻ്റെ ഓരോ വോയിസുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത് ഹണി ട്രാപ്പാണെന്ന് തന്നെയാണ് പറയാൻ എനിക്കും തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ ഒരു ഇതൊന്നും വേറെ ഒന്നുമല്ല തോന്നുന്നത്. ഇതൊക്കെ ഇനി എവിടെ കൊണ്ട് നീ നിർത്തിക്കും? ഇത് എങ്ങനെ നീ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും ഷാജിദ? നീ ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണിന് ഇതെല്ലാം ഇത്രയും പ്രശ്നങ്ങൾ ഇതിൽ നടക്കുന്ന സമയത്ത് നീ ഇതെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. ആ മക്കളെക്കുറിച്ച് നീ ചിന്തിക്കാതെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നീ ചെയ്തു കൂട്ടുന്നത്. എന്താ പറയുക, ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് ഇത് അവസാനിപ്പിക്കുക. ഇത് അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും എന്തോ വാശി തീർക്കാൻ വേണ്ടി ഇത് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ റൌഫായിട്ട് സംസാരിച്ചത് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. ഇത് ഇപ്പം നിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് റൌഫ് ഓരോ വോയിസുകൾ അയച്ചു കൊടുക്കുന്നു, നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി റൌഫ് ഓരോ വോയിസുകൾ അയച്ചു കൊടുക്കുന്നു. അതുപോലെ റൌഫിന് കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് നീ ഓരോ കാര്യങ്ങളായിട്ട് വരുന്നു. അപ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരാവില്ല ചെയ്യുന്നത്. ഇത് ആരുടെ ഭാഗത്ത് ജനങ്ങൾ നിൽക്കും? ജനങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഷാജിദ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ കൂടുതലും ഷാജിദൻ്റെ ഭാഗത്ത് നിൽക്കില്ല. ഇപ്പോൾ കൂടുതലും സത്യത്തിൻ്റെ ഭാഗത്ത് ഷാജിദ നിൽക്കുള്ളൂ. നിന്നെ വിശ്വസിച്ചവരെല്ലാവരും ഇപ്പോൾ എതിരാണ് പറയുന്നത്. ഇപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ നെഗറ്റീവാണ് പറയുന്നത്. അല്ലാതെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എവിടെയും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുകയെ ഷാജിദ. ഇനിയെങ്കിലും നിർത്ത്, മതി. ഇത്രയും
ഇത്രയും കളിച്ചില്ലേ, ഇനിയെങ്കിലും നിർത്തും, ഒരുപാട് നാറിക്കഴിഞ്ഞു, ഇനി നിനക്കിത് ഒറ്റയ്ക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഇത് കൊണ്ട് എത്തിക്കുന്നത്. എനിക്ക് എന്താ പറയുക, എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇത് നമ്മൾ ഓരോ വീടും നിർത്താമെന്ന് വിചാരിക്കുന്നവർ ഈ പുള്ളിക്കാരി ഓരോ വീഡിയോസിൽ ഇട്ട് ഓരോരുത്തരെയും നാറ്റിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രശ്നത്തിനും ഇവളുടെ ഒരു കാര്യം എടുത്ത് പറയാത്ത ആ ജസ്നിയെ അടക്കം ഇതിൽ കൊണ്ടുവന്ന് വലിച്ചിടേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു പേരും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പുള്ളിക്കാരിയും കൂടി രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ റൌഫ് കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരും ഇതിലറിയാം ഇതൊക്കെ ഏതൊക്കെയാവും എന്നുള്ളത് വരും ഇതിലറിയാം. ഇപ്പോൾ നീ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നീ ആരെയൊക്കെയോ ഇതാക്കാൻ വേണ്ടിയിട്ട് നീ യൂട്യൂബിൽ ഇങ്ങനെയുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് നിനക്ക് തന്നെ അത് ദോഷമായിട്ട് വരികയാണ് ചെയ്തത്. നിനക്ക് ഇപ്പോൾ യൂട്യൂബിൽ വരുമാനം എന്ന് പറഞ്ഞ് വരുമാനം കണ്ടിട്ട് നമ്മൾ അഹങ്കരിക്കാൻ പറ്റില്ല. ഈ യൂട്യൂബിലെ വരുമാനമൊന്നും നമുക്കൊരു ശാശ്വതമല്ല. അത് എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നീ എന്താ പറയുക, ഇനിയും നിൻ്റെ അടുത്ത് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയും തോറും പുള്ളിക്കാരിക്ക് വാശി കൂടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, ഡ്രസ്സ് ഡ്രസ്സ് കുറച്ച് കൈ ഇറക്കുള്ളത് ഇട്ടോടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഡ്രസ്സ് ഇത്രയ്ക്കുള്ളത് ഇട്ടിട്ട് വന്ന ആളാണ്. അപ്പോൾ പിന്നെ കൂടുതൽ പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇതിൽ യാതൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.